ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം. ഇതിൻ്റെ വൃത്തം ശിഖരിണി. ഹിരണ്യാക്ഷനുമായിട്ട് ശ്രീ വരാഹമൂർത്തി യുദ്ധം ചെയ്തതും ഹിരണ്യാക്ഷവധവും മഹർഷിമാരുടെ സ്തുതിയാണ് ഈ ദശകത്തിലുള്ളത്. ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലെ 18-19 അധ്യായങ്ങളാണ് ഈ ദശകത്തിൻ്റെ ആധാരം. ഹിരണ്യാക്ഷം താവദ്വരദഭവതന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജഭ്യംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുതീർനാരദമുനി ശനൈരൂജേ നന്ദൻ ധനുജമഭി നിന്ദം സ്തവബലം. ഹിരണ്യാക്ഷം താവത് വരദ ഭവത് അന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജ ജംഘാപരിമിതേ ഭവത് ഭക്തഃ ഗത്വാ കപടപടുദീഃ നാരദമുനിഃ ശനൈഃ ഊചേ നന്ദൻ ധനുജം അഭി നിന്ദൻ തവ ബലം. ഹിരണ്യാക്ഷം താവത് വരദ ഭവതന്വേഷണപരം ചരന്തം സംവർത്തേ പയസി നിജ ജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുതീർനാരദമുനി ശനൈരൂജേ നന്ദൻ ധനുജമഭി നിന്ദം സ്തവബലം. താവത് ഭവൽഭക്തഃ, അപ്പോഴേക്കും അങ്ങയുടെ ഭക്തനും കപടപടുദീഹി നാരദമുനിഹി, കാപട്യത്തിന് മിടുക്കുറ്റ ബുദ്ധിയുള്ളവനുമായ ശ്രീ നാരദ മഹർഷി, വരദാതാവായുള്ളോവേ, ഭവത് അന്വേഷണപരം, അങ്ങയെ തിരഞ്ഞു പിടിക്കുന്നതിൽ ഏർപ്പെട്ടവനും, നിജ ജംഘാപരിമിതി, തൻ്റെ കണങ്കാലോളം മാത്രം എത്തുന്നതായ സാംവർത്തേ പയസി ചരന്തം, പ്രളയജലത്തിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നവനുമായ, അതായത് ഈ പ്രളയജലം ഈ ഹിരണ്യാക്ഷൻ്റെ കണങ്കാലോളം മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ആ ഹിരണ്യാക്ഷൻ്റെ രൂപം നമുക്കൊന്ന് ഓർമ്മിക്കാനും നമുക്കതൊന്ന് സ്മരിക്കാനും കൂടി പറ്റില്ല. എത്ര വലിപ്പമുണ്ടാവും? ഹിരണ്യാക്ഷം ഗത്വ, ഹിരണ്യാക്ഷനെ പ്രാപിച്ച് അവൻ്റെ അടുത്ത് ചെന്ന്, ധനുജം നന്ദൻ നവബലം, അസുരനെ അതായത് ഹിരണ്യാക്ഷനെ ശ്ലാഘിച്ചും കൊണ്ട് അങ്ങയുടെ ശക്തിയെ നിന്ദൻ നബി നിന്ദിച്ചുകൊണ്ടും ശനേഹി ഊജേ പതുക്കെ, അതായത് സാവകാശമായിട്ട് പറഞ്ഞു. ശനേഹി പറയുമ്പോൾ ധനുജന്റെ ശ്രദ്ധ ആകർഷിക്കുമാറ് എന്ന് താല്പര്യം. പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിലോ, അസുരന്റെ ശ്രദ്ധ കിട്ടാൻ പാകത്തിൽ എന്ന് താല്പര്യം. അപ്പോഴേക്കും അങ്ങയുടെ ഭക്തനും കാപട്യത്തിനും ഇടുക്കുറ്റ ബുദ്ധിയുള്ളവനുമായ ശ്രീ നാരദ മഹർഷി, വരദാതാവായുള്ളവേ, അങ്ങയെ തിരഞ്ഞു പിടിക്കുന്നതിൽ ഏർപ്പെട്ടവനും, തൻ്റെ കണംകാലോളം മാത്രം എത്തുന്നതായ പ്രളയജലത്തിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നവനുമായ ഹിരണ്യാക്ഷനെ പ്രാപിച്ച് അവൻ്റെ അടുത്ത് ചെന്ന് അസുരനെ ശ്ലാഘിച്ചും കൊണ്ട് അങ്ങയുടെ ശക്തിയെ നിന്ദിച്ചുകൊണ്ടും പതുക്കെ പറഞ്ഞു. ഹിരണ്യാക്ഷം താവത് ഭരത ഭവതന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജ ജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുതീർനാരദമുനിഃ ശനൈരൂജേ നന്ദൻ ധനുജമഭി നിന്ദം സ്തവബലം. ഹിരണ്യാക്ഷം താവത് ഭരത ഭവതന്വേഷണപരം ചരന്തം സംവർത്തേ പയസി നിജ ജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുതീർനാരദമുനിഃ ശനൈരൂജേ നന്ദൻ ധനുജമഭി നിന്ദം സ്തവബലം. ഹിരണ്യാക്ഷം താവത് ഭരത ഭവതന്വേഷണപരം ചരന്തം സംവർത്തേ പയസി നിജ ജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുതീർനാരദമുനിഃ ശനൈരൂജേ നന്ദൻ ധനുജമഭി നിന്ദം സ്തവബലം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.